الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ അടിയാത്തികൾ അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നീ പള്ളിയിലെ ഒന്നാമത്തെ ഖുതുബയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ പള്ളിയെ എല്ലാ റഹ്മത്തോടും കൂടി അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി നിലനിർത്തുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇതിനുവേണ്ടി അധ്വാനിച്ച, ഇതിനുവേണ്ടി പണം ചെലവഴിച്ച, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ജാരിയായ സ്വതക്കയായി അവരുടെ മരണശേഷവും ഖബറിലേക്ക് പ്രതിഫലം കിട്ടുന്ന വലിയൊരു നന്മയായി അള്ളാഹു അവർക്ക് ഈ പള്ളിയെ നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ ഒരുപാട് പള്ളികളിൽ നിന്ന് ഈ പള്ളിയുടെ വ്യത്യാസം, ഈ പള്ളി തൗഹീദിൽ അധിഷ്ഠിതമായ പള്ളിയാണ്. ഇന്നത്തെ ഒന്നാമത്തെ ഖുതുബയിൽ എന്ത് വിഷയമാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന ഒരു ചർച്ചയ്ക്ക് പോലും വകയില്ല. ഇത് നമ്മുടെ ഒന്നാമത്തെ ഖുതുബയാണ്. നമ്മൾ എന്താണ് ഇന്നിവിടെ വിഷയം പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. തൗഹീദ് പറയാതെ ഒരു തുടക്കവും ഒടുക്കവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ, പരിശുദ്ധമായ, പവിത്രമായ വചനം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്നതാണ്. ഈ സമയത്തിനും പ്രത്യേകതയുണ്ട്. നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, ഈ സമയത്തിനും പ്രത്യേകതയുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാവന സ്മരണകൾ ഉറങ്ങുന്ന കാലത്തിൻ്റെ പ്രത്യേകമായ
ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാടെങ്ങും ഹജ്ജിൻ്റെ തിരക്കിലാണ്. ഹാജിമാർ പുറപ്പെടുന്നതിൻ്റെയും അവിടെ എത്തിയതിൻ്റെയും തിരക്കിലാണ് നാടെങ്ങും. ഹജ്ജ് എന്നാൽ, ദുൽഖഅദ് എന്നാൽ, ദുൽഹജ്ജ് എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തുല്യതയില്ലാത്ത ചരിത്രത്തിൻ്റെ സ്മരണയാണ്. ഇബ്രാഹിം നബിയുടെ സ്മരണ എന്താണ്? ഇബ്രാഹിം നബിയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനവും പ്രവർത്തനവും ജീവിതവുമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അതെങ്ങനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നതിൻ്റെ വളരെ വ്യക്തമായ ഒരു നീണ്ട പാഠമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം മുഴുവൻ എന്ന് ഖുർആനിക ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇബ്രാഹിം നബിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് തൗഹീദ് ഇത്രയും ചെറിയ പ്രായത്തിൽ, ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം തൻ്റെ വാപ്പയോട് തൗഹീദ് പറയുമ്പോൾ വെറും 11 വയസ്സേ ഉണ്ടായിരുന്നുള്ള ചില ചരിത്ര മുഫസ്സിറുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ആ തൗഹീദിനോട് ഇത്രയും ഒരു പ്രേമം, ഇത്രയും ഒരു ബന്ധം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായത്? അതിനൊരു കാരണമുണ്ട്. ഇബ്രാഹിം നബിയുടെ വാപ്പയുടെ ജോലി എന്താണ്? ബിംബം ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല നാടുകളിലും തങ്ങന്മാരുണ്ടാവും. വലിയ കഴിവുകളും വലിയ അത്ഭുതങ്ങളും എല്ലാം ഉള്ള തങ്ങന്മാരുണ്ടാവും. ഈ തങ്ങന്മാരെ പല ആളുകൾക്കും അവരവരുടെ നാടുകളിൽ ഒരു സ്വീകാര്യത ഉണ്ടാവില്ല. ആ നാട്ടുകാരെ അയാളെ കുറിച്ച്, ഓൻ എന്താണ് ഇവിടുന്ന് വളർന്നതല്ലേ, ഓൻ എവിടെയൊക്കെ ട്രൗസർ ഇട്ട് നടന്ന ആളല്ലേ, ഓനൊരു സാധാരണ മനുഷ്യനല്ല, ഓനിക്ക് എന്താണ് ഇപ്പോൾ എന്തൊരു വലിയ പ്രത്യേകത എന്നാ നാട്ടുകാർ പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ നിന്നാണ് വരിക? പുറം നാട്ടിൽ നിന്നാണ്. അവിടുന്ന് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരു വലിയ തങ്ങലുണ്ടെങ്കിൽ ആ തങ്ങളുടെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരിക പുറത്തുനിന്നാണ്. പുറം നാട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നൊഴുകും. എൻ്റെ നാട്ടിൽ പാപ്പിശ്ശേരിയിൽ ഒരു ജാറുണ്ട്. ആ നാട്ടുകാർക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, ഭൂരിപക്ഷം ആളുകൾക്ക് വിശ്വാസമില്ല. എന്നാൽ പുറം നാട്ടുകാർക്ക് അതിൽ ഭയങ്കര വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് അതത് നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് വിശ്വാസമില്ലാത്തവരെ? അവർ കാണുകയാണ് ഇതിൻ്റെ നിരർത്ഥകത, ഇതെന്തായിരുന്നു എന്ന് അവർക്കറിയാം. ഈ പറയുന്ന വലിയ തങ്ങൾ എന്ന് പറയുന്ന ആള്, വലിയ അത്ഭുത സിദ്ധികളുണ്ട് എന്ന് പറയുന്ന ആള് പണ്ടെന്തായിരുന്നു, അയാൾ വളർന്നത് എങ്ങനെയാണ്, അയാളുടെ ജീവിതം എങ്ങനെയാണ് എന്തെല്ലാം നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇയാൾക്കൊരു പ്രത്യേകതയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കാണാണ് തൻ്റെ ഉപ്പ, പിതാവ് സ്വന്തം കൈകൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കുന്നു. ആ ബിംബത്തിന് വേണ്ടിയുള്ള കളിമണ്ണ് കുഴച്ച് അത് വെയിലത്ത് ഉണങ്ങാനിട്ട അവസ്ഥ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നു. ഇതേ ബിംബങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോൾ നാട് നീള ആളുകൾ ആ ബിംബത്തിന്റെ മുന്നിൽ ആരാധനാന് മഗ്നരാവുന്നു. ഇബ്രാഹിം നബി ചിന്തിച്ചു, ഈ ബിംബം എൻ്റെ ഉപ്പ ഉണ്ടാക്കിയതല്ലേ, എൻ്റെ പിതാവ് ഉണ്ടാക്കിയതല്ലേ, ഇത് വെറും മണ്ണാണ്. ഈ മണ്ണിന് എന്ത് പ്രത്യേകത? ഈ മണ്ണിനെ കൊണ്ട് എന്താണ് സാധിക്കുക? ഇതിനൊന്നും കഴിയില്ല. കാരണം എൻ്റെ പിതാവ് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് ഈ മണ്ണ് കുഴച്ച് പരുവപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകതയുമില്ല എന്ന തിരിച്ചറിവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. ആ തിരിച്ചറിവാണ് അവസാനം അദ്ദേഹത്തെ എവിടെ എത്തിച്ചത്? പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഭവം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവായ ആസറിനോട് പറയുകയാണ്, യാ അബതല്ലയോ ഉപ്പ, അല്ലയോ പിതാവേ, എന്തിനാണ് നിങ്ങൾ ബിംബത്തെ ആരാധിക്കുന്നത്? നിങ്ങളും നിങ്ങളുടെ സമുദായവും ബിംബങ്ങളെ, അസ്നാമുകളെ ഇതാ ഇലാഹുകളാക്കി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ. നിശ്ചയം അങ്ങയെയും അങ്ങയുടെ സമുദായത്തെയും വ്യക്തമായ വഴികേടിലായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളിതാ വഴി പിഴച്ചു പോയിരിക്കുകയാണ്, പിശാചിന്റെ മാർഗം നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. യാ അബതി ലിമ തഅബുദു മാ ലാ തസ്മഅ വലാ തുബ്സിർ വലാ തുഗ്നി അൻക ശൈആ. അതിനെ കാണാൻ കഴിയില്ല, അതിനെ കേൾക്കാൻ കഴിയില്ല, ഒരു ഉപകാരമോ ഉപദ്രവമോ അതിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത്തരത്തിൽ ഒരു ബിംബത്തിന്റെ മുന്നിൽ എന്തിനാണ് പിതാവെ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നത്? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ബിംബത്തെ നിങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. ആ ബിംബത്തോട് നിങ്ങൾ സങ്കടം പറയുകയാണ്. നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നില്ല, അവരറിയുന്നില്ല, അവർ ഉത്തരം ചെയ്യുന്നുമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ
ദഅവത്തിന്റെ ഒന്നാമത്തെ പര്യടനാണിത്. എന്താ പ്രതികരണം ഉണ്ടായത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമോട് ഉപ്പ പറഞ്ഞു, ഇബ്രാഹിം, എൻ്റെ ഇലാഹുകളെ നീ തള്ളിപ്പറയാണോ? എൻ്റെ ഇലാഹുകളെ നീ തെറിവിളിക്കാണോ? നിങ്ങളറിയോ പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ എന്ത് വിഷയം പറഞ്ഞാലും അതിന് അക്സെപ്റ്റൻസ് കിട്ടും, അതിന് സ്വീകാര്യത കിട്ടും. നമ്മളിപ്പോ സ്വർഗാനുരാഗത്തെ കുറിച്ച് നമ്മുടെ ഈ അടുത്ത കാലത്ത് വളരെ വിവാദമായ ഒരു സംഗതിയാണല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സമൂഹം നമുക്ക് കൈയടിച്ചു വരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഒന്നടക്കം നമ്മൾ സ്വീകരിക്കും, അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരാജകത്വങ്ങളെ കുറിച്ചും അഴിമതികളെ കുറിച്ചും വൃത്തികേടുകളെ കുറിച്ചും എല്ലാം സംസാരിച്ചാൽ ഇതെല്ലാം അംഗീകരിച്ചു തരാൻ, നമുക്ക് പൂമാലയിട്ട് തരാൻ, നമുക്ക് വേണ്ടി കൈയടിക്കാൻ, നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഏതുവരെ നമ്മൾ കറകളഞ്ഞ തൗഹീദ് പറയുന്നത് വരെ. കറകളഞ്ഞ തൗഹീദ് നമ്മൾ പറയാൻ തുടങ്ങിയാൽ ആ ദിവസം തൊട്ട് ആളുകൾ പറയും, ഓൻ തുടങ്ങി, ഓന്റെ ജാറം, ഓന്റെ ഔലിയാക്കളെ തെറി പറയാൻ തുടങ്ങി, സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നിപ്പിട്ട ഉണ്ടാക്കാൻ തുടങ്ങി, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് തൗഹീദ് പറഞ്ഞാലുള്ള അവസ്ഥ. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ തൗഹീദ് പറഞ്ഞിട്ട് സ്വീകാര്യത ലഭിക്കുന്നില്ലെങ്കിൽ ലോകത്തൊരു പ്രവാചകന്മാരും കൊല്ലപ്പെടൂലല്ലോ, ലോകത്തൊരു പ്രവാചകന്മാരും കല്ലെറിയപ്പെടൂലല്ലോ, ലോകത്തൊരു പ്രവാചകന്മാരും പരിഹസിക്കപ്പെടൂലല്ലോ. ലോകത്താരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ തുല്യതയില്ലാത്ത പീഡന പർവ്വങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇത് ഇന്ന് ഈ 2022 ജൂൺ മാസത്തിൽ നമ്മൾ തൗഹീദ് പറഞ്ഞാലും അത് തന്നെയാണ് സംഭവിക്കുക. ഇയാൾ വെറുതെ വന്നിട്ട് ആ പള്ളിയിലെ ഒന്നാമത്തെ ഖുതുബത്തിന്റെ വെറുതെ കുറേ ആളുകളെ കുറ്റം പറഞ്ഞു, ജാറം പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. തൗഹീദ് പറഞ്ഞാലുള്ള സ്ഥിതി അതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് തന്നെയാണ് വാപ്പയിൽ നിന്ന് കേട്ടത്. എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? നീ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ നീ വിട്ടുന്നിറങ്ങി പോയിക്കോ, ഇനി നിനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല, ഇവിടെ നിനക്കൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടത് ആരാണ്? സ്വന്തം ഉപ്പ. ഇബ്രാഹിം നബി എന്താ ചിന്തിച്ചത്? പടച്ചോനെ, ഉപ്പാന്റെ പൊരുത്തില്ലാണ്ട് ഇനി തൗഹീദ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വീട്ടില് ഇനി സ്ഥാനമില്ല, കുടുംബക്കാരില്ല, ഇനി ഞാൻ എങ്ങനെ തൗഹീദ് അറിയും? ഇനി ഞാൻ എങ്ങനെ ദഅവത്ത് നടത്തും എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചോ? ഒരിക്കലുമില്ല. അദ്ദേഹം നേരെ സമൂഹത്തിലേക്ക് ഇറങ്ങി, സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം രാത്രിയായപ്പോ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞിരുന്നു, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ നക്ഷത്രങ്ങൾ ഇങ്ങനെ ആകാശത്ത് ഉദിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഈ നക്ഷത്രങ്ങളാണ് എൻ്റെ അല്ലാഹ്, എൻ്റെ റബ്ബി നക്ഷത്രങ്ങളാണ്. അങ്ങനെ പ്രഭാതമായപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എവിടെ എൻ്റെ ദൈവം, എവിടെ എൻ്റെ ഇലാഹ്, എവിടെ എൻ്റെ റബ്ബ്, എവിടെ? അത് അസ്തമിച്ചു പോയോ? ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. അസ്തമിച്ചു പോകുന്ന ഒന്നിനെ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിറ്റേ ദിവസം ഫലമ്മാ റഅൽ ഖമറ ബാസിഗാ ഖാല ഹാദാ റബ്ബി. പിറ്റേ ദിവസം ചന്ദ്രനദാ മാനത്ത് സുന്ദരമായി ഉദിച്ചു നിൽക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതാണ് എൻ്റെ റബ്ബ്, ഇതാണ് എൻ്റെ രക്ഷിതാവ്. ഇന്നലത്തെ നക്ഷത്രത്തെ ഞാൻ ഇതാ ഒഴിവാക്കിയിരിക്കുകയാണ്, ഈ ചന്ദ്രൻ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഫലമ്മാ അഫൽ, പ്രഭാതമായപ്പോൾ ആകാശത്തേക്ക് നോക്കി ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ രക്ഷിതാവ്, എവിടെ എൻ്റെ റബ്ബ്? ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ് ദ്ദാലിൻ. എൻ്റെ രക്ഷിതാവ് എനിക്ക് നേർമാർഗം കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായും വഴികേടിലായി പോകും. അതുകൊണ്ട് ചന്ദ്രനെയും ഞാൻ ഒഴിവാക്കുകയാണ്. ഫലമ്മാ റഅ അശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. അങ്ങനെ സൂര്യനദാ അല്പം കഴിഞ്ഞപ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു പൊങ്ങാൻ തുടങ്ങുന്നു. ഇബ്രാഹിം നബി പറയുകയാണ്, ഇതാണ് എൻ്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത്. ഫലമ്മാ അഫലത്, അങ്ങനെ വൈകുന്നേരം ആ സൂര്യനദാ കിഴക്കൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചു താഴുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ സമുദായമേ, നിങ്ങൾ പങ്കുചേർക്കുന്ന എല്ലാറ്റിൽ നിന്നും ഞാനിതാ വിടുതൽ പ്രഖ്യാപിക്കുകയാണ്.
നിങ്ങൾ പങ്കുചേർക്കുന്ന ഒരു ദൈവത്തിലും എനിക്ക് വിശ്വാസമില്ല, ഒരു ഇലാഹിലും എനിക്ക് വിശ്വാസമില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ഞാനിതാ എൻ്റെ മുഖം തിരിച്ചിരിക്കുകയാണ് എവിടേക്ക്? ഫതറസ് സമാവാതി വൽ അർദ ഹനീഫാ. ആരാണോ ഈ ആകാശ ഭൂമികളെ മുഴുവനും പഠിച്ചത് അവന് വേണ്ടി ഞാനിതാ അവങ്കലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഹനീഫ, നിഷ്കളങ്കമായിക്കൊണ്ട്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ഒരിക്കലും അവനിൽ പങ്കു ചേർക്കുന്ന ആളുമല്ല. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ആ പ്രബോധനത്തിന്റെ രീതി നോക്ക് നിങ്ങൾ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞെന്താണ്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അല്ലാഹുവിലേക്ക് നിങ്ങൾ ക്ഷണിക്കേണ്ടത് ഹിക്മത്ത് കൊണ്ടും മൗഇദത്തിൽ ഹസനത്ത് കൊണ്ടുമാണ്, സതുപദേശം കൊണ്ടും യുക്തിദീക്ഷയോടുകൂടിയുമാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ടത്. ഇബ്രാഹിം നബി എന്തിനാണ് ആദ്യം ചന്ദ്രനെ കണ്ടു ദൈവാണെന്ന് പറഞ്ഞു, നക്ഷത്രങ്ങളെ കണ്ടു ദൈവാണെന്ന് പറഞ്ഞു, സൂര്യനെ കണ്ടു ദൈവാണെന്ന് പറഞ്ഞു, പിന്നെ ഇതൊന്നും എൻ്റെ ദൈവമല്ല, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നും എൻ്റെ ദൈവമല്ല, പടച്ചോ മാത്രമാണ് എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ഈ ആളുകൾ കല്ലിനെയും മുള്ളിനെയും മുരടിനെയും മൂർഖം പാമ്പിനെയും കാഞ്ഞിരക്കുറ്റിയെയും സകലതിനെയും ആരാധിക്കുന്ന, അതിനെല്ലാം പവിത്രത കൽപ്പിക്കുന്ന, അതിനെല്ലാം ദിവ്യത്വം കൽപ്പിക്കുന്ന എണ്ണമറ്റ വലിയകളുടെ, എണ്ണമറ്റ തങ്ങന്മാരുടെ, എണ്ണമറ്റ ബിംബങ്ങളുടെ, എണ്ണമറ്റ ദൈവങ്ങളുടെ, എണ്ണിയാലൊടുങ്ങാത്ത വിഗ്രഹങ്ങളുടെ മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന മനുഷ്യ മനസ്സുകളോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണിത്. യൂസുഫ് നബി വാക്കുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രവർത്തനം കൊണ്ട് ചോദിച്ചു. എന്താ യൂസുഫ് നബി ചോദിച്ചത്? അർബാബും മുതഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ യാ സാഹിബൈ സിജ്ൻ അർബാബും മുതഫർരിഖൂൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ജയിലിലെ എന്റെ കൂട്ടുകാരെ, അർബാബുൽ മുതഫർരിഖൂൻ, വിഭിന്നങ്ങളായ ദൈവങ്ങളാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതല്ല സർവാധിപതിയായ ഏകനായ അല്ലാഹുവാണോ ഉത്തമം എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വാക്കിലൂടെ ചോദിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രവർത്തനത്തിലൂടെ അത് തൻ്റെ സമുദായത്തിന് തെളിയിച്ചു കൊടുത്തു. മാറ്റങ്ങളുണ്ടായി. ഒരുപാട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ശരിയല്ല ഈ യുവാവ് പറയുന്നത്, ഈ ചെറുക്കൻ പറയുന്നത് ശരിയാണ്, അദ്ദേഹത്തിന്റെ ഓരോ ആർഗ്യുമെന്റുകളും വിലയുള്ളതാണ്. അവസാനം രാജാവിന്റെ അടുത്ത് വാർത്ത എത്തി. എന്താണ്? ഇങ്ങനൊരു യുവാവ് ഇത്തരത്തിലുള്ള ആശയ പ്രബോധനങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നാട്ടിലെ ആളുകളൊക്കെ ഇയാളിൽ ആകർഷണമാവാൻ തുടങ്ങിയിട്ടുണ്ട്, ആളുകളൊക്കെ ഇയാളുടെ കൂടെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് രാജാവ് നമ്രൂദായിരുന്നു. നമ്രൂദ് ഒരു സംവാദം വെച്ചു. ആ സംവാദം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്രൂദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഇബ്രാഹിം നബിയോട് ചോദിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബി അൻ ആതാഹു അല്ലാഹുൽ മുൽക് ഇദ് ഖാല ഇബ്രാഹീം റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ വഉമീത് ഖാല ഇബ്രാഹീം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. നമ്രൂദ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ഇബ്രാഹിം, ആരാണ് നിന്റെ റബ്ബ്? ഏത് റബ്ബിനെ കുറിച്ചാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനല്ലാത്ത റബ്ബ് ആരാണ്? ഇബ്രാഹിം നബിയുടെ മറുപടി, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. നമ്രൂദിന്റെ മറുപടി, ഖാല അന ഉഹ്യീ വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പൊ കൊന്നുകളയാം, നിന്നെ മരിപ്പിക്കാം, അതല്ലെങ്കിൽ നിന്നെ വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് വെറുതെ വിടാം, നിന്നെ എനിക്ക് ജീവിപ്പിക്കുകയും ചെയ്യാം, ആ അധികാരം എനിക്കുമുണ്ട്. ഖാല അന ഉഹ്യീ വഉമീത് ഖാല ഇബ്രാഹീം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി
ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. ഇബ്രാഹിമിന്റെ ചോദ്യമാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്. എങ്കിൽ നമ്രൂദ്, എന്റെ റബ്ബിനെ കൊണ്ട് കഴിയുന്നത് മുഴുവൻ നിനക്ക് കഴിയുമെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കട്ടെ. എല്ലാ രാവിലെയും സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് നിന്നാണ്. നാളത്തെ പ്രഭാതത്തിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കട്ടെ. ഫബുഹിതല്ലദീ കഫർ. അവിശ്വാസി ചൂളിപ്പോയി, അവിശ്വാസി ഉത്തരം മുട്ടിപ്പോയി. ഒരു ഉത്തരം അയാൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല, ഒരു മറുപടി അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാജാവും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ മുന്നിലല്ല, തൗഹീദിന്റെ മുന്നിൽ പരാജയപ്പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുന്നിൽ പരാജയപ്പെട്ടു. പിന്നീട് എന്താണ് സംഭവിക്കുക നമുക്കറിയാലോ. നമ്മുടെ നാട്ടിൽ നിന്ന് സംഭവിക്കുന്നത് തന്നെയാണ് അന്നും സംഭവിച്ചത്. നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുക? ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊഞ്ഞനം കുത്തലാണ്. ഇന്നിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളൊക്കെ ഉത്തരം മുട്ടിക്കഴിഞ്ഞിട്ടുള്ള കൊഞ്ഞനം കുത്തലുകൾ മാത്രമാണ്. അതിനൊന്നും മറുപടി ഉണ്ടെന്ന് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇനി കൊഞ്ഞനം കുത്തലും ഫലം കാണാതിരിക്കുമ്പോ പിന്നെ നാട് കടച്ച, പിന്നെ നിയമങ്ങൾ കൊണ്ടുവരിക, തടവറകൾ ഉണ്ടാക്കുക, കൊല്ലുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ള വഴികളല്ലാതെ തൗഹീദിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് ലോകത്ത് ചരിത്രത്തിൽ തന്നെ തെളിഞ്ഞതാണ്. പിന്നീട് നമ്രൂദ് എന്താണ് ചെയ്തത്? ഇയാളെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റൂല, സംസാരിച്ചിട്ട് ഈ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇയാളെ കൊല്ലുക എന്നത് മാത്രമാണ് പരിഹാരം. അല്ലെങ്കിൽ ഇയാളുടെ പിന്നാലെ ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നാട്ടുകാരെ മുഴുവൻ ഒരുമിച്ചു, ഒരു രാജ്യം മുഴുവൻ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമടക്കമടങ്ങുന്ന ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരുമിച്ചു എന്നുള്ളതാണ്. എങ്ങനെ കൊല്ലാൻ? ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല്ലാൻ. അവരെന്താ ചെയ്തത്? വലിയ അഗ്നികുണ്ടാരം ഉണ്ടാക്കി. ചരിത്രകാരന്മാർ പറയുന്നു, ആ നാട്ടിലുള്ള എല്ലാവരും വിറക് ചുമന്നു. ആ വിറക് മുഴുവൻ അഗ്നികുണ്ടാരത്തിലേക്ക് ശേഖരിക്കപ്പെട്ടു. ഭീമാകാരമായ തീ ആളി കത്തിക്കപ്പെട്ടു. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ ചിറക് കരിഞ്ഞ് അതിലേക്ക് വീഴുമാറ് അത്രയും ഭയാനകമായ അഗ്നിഗണങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. വലിയ, ആ നാട് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഗ്നികുണ്ടാരം. രണ്ട് കൈകളും ബന്ധിച്ച്, ശരീരമാസകലം ബന്ധിച്ച് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ അഗ്നികുണ്ടാരത്തിനടുത്തേക്ക് വലിച്ചേച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്തും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്തുള്ള ആത്മവിശ്വാസത്തിന് ഒരു മങ്ങല് പോലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ സമാധാനത്തിന് ഒരു കുറവ് പോലും ഉണ്ടായിട്ടില്ല. വലിച്ചെറിഞ്ഞു തീയിലേക്ക്. ആ തീയിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പതിക്കുമ്പോ ആ തീയിന്റെ സൃഷ്ടാവായ, ലോകത്തിന്റെ രക്ഷിതാവായ, ലോകത്തിന്റെ നിയന്താവായ അല്ലാഹു ആ തീയിനോട് കൽപ്പിച്ചു, ഖുൽനാ യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. സുബ്ഹാനല്ലാഹ്. തീയെ, നിന്നെ പടച്ചത് നാമാണ്, നിനക്ക് ചൂട് തന്നത് നാമാണ്, നിന്നെ കരിക്കാനുള്ള ഒരു വകയാക്കി മാറ്റിയതും നാമാണ്. നിന്നിലേക്ക് വന്നിരിക്കുന്നത് എന്റെ ഖലീലാണ്, എന്റെ ഉറ്റ ചങ്ങാതിയാണ്. കൂനി, നീ ആയിത്തീരുക, ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേലെ സമാധാനമായി, തണുപ്പായി നീ ഭവിക്കുക, അദ്ദേഹത്തിന്റെ രോമത്തെ പോലും നീ തൊട്ടുപോകരുത് എന്ന് തീയോട് കൽപ്പിച്ചപ്പോ കത്തിക്കരിക്കുന്ന അഗ്നിയുടെ ഉള്ളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പോറൽ പോലും ഇല്ലാതെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. ആ അഗ്നി മുഴുവൻ കെട്ടടങ്ങി, വിറകുകളൊക്കെ കത്തിത്തീർന്ന അഗ്നി കെട്ടടങ്ങി. വലിയ ചാരക്കൂമ്പാരം. നാട് മുഴുവൻ ആശ്വസിച്ചു, ആയന ഇബ്രാഹിമിന്റെ ശല്യമില്ല. നമ്രൂദ് സമാധാനിച്ചു, ആയന ഇബ്രാഹിമിന്റെ ശല്യം, ഇബ്രാഹിം കഴിഞ്ഞു, തീർന്നു. ആ സമയം ആ ചാരക്കൂമ്പാരത്തിനടിയിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റു. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു തീപ്പൊള്ളൽ പോലും ഇല്ലാതെ, അഗ്നിയുടെ ഒരു അടയാളം പോലും ഇല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ അഗ്നിയിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി. ഞാൻ പോവാണ് എൻ്റെ സമുദായമേ, എന്നെ കൊണ്ടാവുന്ന വിധം ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നെ കൊണ്ടാവുന്ന വിധം എൻ്റെ യുക്തിയും എൻ്റെ അറിവും എൻ്റെ കഴിവും എൻ്റെ ശാരീരികമായ കഴിവും എല്ലാം ഉപയോഗിച്ച്
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷെ എൻ്റെ സമുദായമേ, നിങ്ങളിതാ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, എൻ്റെ റബ്ബിനോട് കൽപ്പിച്ചിടത്തേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പലായനം തുടങ്ങുകയാണ്. തൻ്റെ ഭാര്യ സാറയെയും കൂട്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് പോകുന്ന വഴി ഈജിപ്ത് വഴിയാണ് പോകുന്നത്. ഇറാഖിൽ നിന്നാണ് ഈജിപ്ത് വഴിയാണ് പോകേണ്ടത്. ഈജിപ്തിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തെയും ഭാര്യയെയും തടഞ്ഞു. സാറാ ബീവിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി സാറാ ബീവിയെ രക്ഷിക്കുകയും ഭയപ്പെട്ട രാജാവ് അവരുടെ ഒരു അടിമ സ്ത്രീയായ ഹാജറ ബീവിയെ ഇബ്രാഹിം സാറാ ബീവിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. അവരവിടെ നിന്ന് ഫലസ്തീനിലേക്ക് പോയി. ഇത്രയും വരെയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം തൗഹീദി പ്രബോധനത്തിന്റെ ചരിത്രമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്താണ്? തൗഹീദ് ജീവിച്ച് കാണിച്ചു തന്ന ചരിത്രമാണ്. സർവവും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച് കാണിച്ചു തന്ന ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭവനായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയ പാഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ ഒരു വലിയ നോമ്പ് പോലെ കൊണ്ടു നടക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ അത് തന്നെയാണ് മിമ്പറിൽ നിന്ന് പറയാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്, സംസാരിക്കാനുള്ളത്. അത് നിങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ്? നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടാൽ, നമ്മുടെ സമൂഹം നഷ്ടപ്പെട്ടാൽ, നമ്മുടെ നാട് നഷ്ടപ്പെട്ടാൽ, എല്ലാം നഷ്ടപ്പെട്ടാലും തൗഹീദി ദഅവത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്കില്ല. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നമുക്ക് ഭീഷണി ഉണ്ടായാലും, നാം വധിക്കപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിഷയത്തിൽ നിന്ന് ഒരു അണുക്കിട മാറി നിൽക്കാൻ മുസ്ലിം ഉമ്മത്തിന് പാടുള്ളതല്ല എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് ആശിക്കാം, ഈ പള്ളി ഭാവിയിൽ ചുറ്റുപാടുമുള്ള വീടുകളിലേക്ക് തൗഹീദിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുന്ന ഒരു വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രമായി ഈ അള്ളാഹുവിന്റെ ഭവനം മാറട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ മാറട്ടെ. അള്ളാഹുവേ, ഈ ഭവനത്തെ ഒരുപാട് ആളുകൾ തൗഹീദ് മനസ്സിലാക്കാൻ കാരണമാകുന്ന ഒരു കേന്ദ്രമാക്കി നീ മാറ്റണേ റബ്ബേ. ആ തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമായി ഈ പള്ളിയെ നീ മാറ്റണേ നാഥ. വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും ധാർമ്മികതയുടെയും വാഹകരായ നിന്റെ ആളുകളെ, നിന്റെ ഹിസ്ബുകളെ ഈ പള്ളിയിൽ നിന്ന് നീ പുറത്തേക്ക് ഇറക്കണേ നാഥ. ഈ പള്ളിയിൽ എന്നെന്നും സമാധാനവും ഐക്യവും ശാന്തിയും നീ നിലനിർത്തണേ റബ്ബേ. ഈ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്ത, ശാരീരികമായി സഹായം ചെയ്ത, ദുആ കൊണ്ട് സഹായം ചെയ്ത എല്ലാവർക്കും അതിനർഹമായ പ്രതിഫലം റബ്ബേ നീ കൊടുക്കണേ നാഥ. ജാരിയായ സദഖയായി അതവർക്ക് എന്നെന്നും നിലനിർത്തി കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ ശമനം നൽകണേ നാഥ. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ സമാധാനവും ശാന്തിയും പരിഹാരവും നൽകണേ റബ്ബേ. വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ വാഹകരായി മരണം വരെ ജീവിക്കാൻ, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.